ആദവനാട് പഴയ ജുമാഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയുടെയും കുഞ്ഞമ്മു ഷഹീദ് മക്കാം ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ മഹല്ലിലെ 10 പെൺകുട്ടികൾക്ക് 10 പവൻ സ്വർണ്ണാഭരണം നൽകി വിവാഹം നടത്തുന്നതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് 2 പെൺകുട്ടികളുടെ നിക്കാഹ് ആദവനാട് പഴയ പള്ളിയിൽ വെച്ച് നടന്നു. സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി ചടങ്ങിന് നേതൃത്വം നൽകി. ആദവനാട് പഴയ ജുമാഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയും കുഞ്ഞമ്മു ഷഹീദ് മക്കാം ട്രസ്റ്റും സംയുക്തമായി മഹല്ലിലെ പാവപ്പെട്ട 10 പെൺകുട്ടികൾക്ക് മംഗല്യ സ്വപ്നം നൽകുന്നതിന്റെ ഭാഗമായി ആദവനാട് പഴയ ജുമാഅത്ത് പള്ളിയിൽ നിക്കാഹ് നടന്നു. 10 പവൻ സ്വർണ്ണാഭരണം നൽകിക്കൊണ്ടാണ് ഇത്തരം സൽക്കർമ്മത്തിന് വേദിയൊരുങ്ങിയത്. ഇതിന്റെ തുടക്കം കുറിച്ച് 2 പെൺകുട്ടികളുടെ നിക്കാഹാണ് ജുമാക്ക് ശേഷം പള്ളിയിൽ നടന്നത്. സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി ചടങ്ങിന് നേതൃത്വം വഹിച്ചു. ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الصفات وقال رسول الله صلى الله عليه وسلم فليتق الله بالمسلمين والمؤمنين أجمعين. മഹലിലെ നിർദ്ധരും നിലാരംബരുമായവർക്ക് 2017 ഡിസംബറോടെ ഭവനം നിർമ്മിച്ചു നൽകാനും തീരുമാനിച്ചു. ചടങ്ങിന് മഹല്ല് പ്രസിഡന്റ് എ.കെ. അബ്ദുൽ സലാം ഹാജി, മുദരിസ് ഷാജഹാൻ സഖാഫി വടിക്കടവ്, എ.കെ. ഷെരീഫ്, മഹല്ല് സെക്രട്ടറി പി.കെ. ജബ്ബാർ മാഷ്, എം. കോയക്കുട്ടി, കെ.പി. ബാവ ഹാജി, കല്ലട അബുഹാജി എന്നിവരും മഹല്ല് നിവാസികളും പങ്കെടുത്തു. മക്കാമിൽ എല്ലാ മാസവും 26-ാം തീയതി സയ്യിദ് മൂസിൻ തങ്ങൾ കുഞ്ചിലം നേതൃത്വം നൽകുന്ന സ്വലാത്ത് മജ്ലിസും ഉണ്ടാകുമെന്നും മഹല്ല് കമ്മിറ്റി അറിയിച്ചു.